ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഹൗസ് ക്ലീനിങ് പറഞ്ഞ ഗെയിമാണ്. ഇതിൽ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൗസൊക്കെ വൃത്തിയാക്കുക. നമുക്ക് നേരെ കളിക്ക് പോവാം. നമുക്കൊരു വീട് വന്നിട്ടുണ്ട്, അവിടെ നമുക്ക് വൃത്തിയാക്കുക. ഇതൊക്കെ എടുത്ത് ഗാർബേജിലേക്ക് ഇടാനാണ് പറയുന്നത്. ഇതൊക്കെ എടുത്തിടാം. ഓക്കെ, ആട്ടപ്പട്ടിയും കുറേ ഇതൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ എടുത്തിടാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാം. നിറയെ ഉണ്ട് ഗൈസ് വൃത്തിയാക്കാം. ഇവിടെയൊക്കെ തുടക്കുകയൊക്കെ വേണം. ഇത് മൊത്തത്തിലൊരു പുതിയ വീടാക്കി കൊടുക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഹൗസ് കണ്ടീഷൻ 13% ആയിട്ടുണ്ട്. ലെവൽ 2 ആയി ഗൈസിന്. പിന്നെ ലിവിങ് റൂമൊക്കെ ആക്കണം. ഓക്കെ, അതൊക്കെ ഗാർബേജൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ റൂം, ഇതെന്താ ബെഡ്റൂമാണ് ഗൈസ്. ബെഡ്റൂമാണ്. ഇവിടെ കുറച്ചുണ്ട് വൃത്തിയൊക്കെ. ഓക്കെ, നമുക്ക് തുടയ്ക്കാം. അവിടെ നിന്ന് തുടയ്ക്കുക. വെളിയിൽ എന്നിട്ട് അടുത്ത റൂമിലേക്ക് പോവുക. ഇത് എവിടെയൊക്കെ ഒന്ന് തുടച്ചു വിടാം. ഓക്കെ, ഇതിൻ്റെ അടിയിലൊക്കെ തുടയ്ക്കാൻ മതി. വാതിലൊക്കെ നമുക്ക് പെയിൻ്റ് അടിക്കണം. വാതിലൊക്കെ കക്കൂസിൽ പിസിയൊക്കെയോ കക്കൂസ് ഇരുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ തുടച്ചിടാം. എവിടെയും തുടയ്ക്കാം. എവിടെയൊക്കെ കുട്ടിയിടാം നമുക്ക്. ഈ വെളിയിൽ ഇത്രയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെ ആക്രി കച്ചവടമായിരുന്നു നമ്മൾ ഗൈസ്. വീട്ടിൽ തോന്നായിരുന്നു. അതാണ് ഇത്രയും വേസ്റ്റ്. ഇതൊക്കെ എടുത്ത് കളയാൻ. ഓക്കെ, നിറയെ ഉണ്ട് ഗൈസ് വൃത്തിയാക്കാൻ. നമുക്ക് വൃത്തിയാക്കിയിട്ട് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തുടച്ചെടുക്കുക. വിൻഡോ പെയിൻ്റ് അടിക്കുക അറിയില്ല, നോക്കാം. എവിടെയൊക്കെ ഉള്ള ചളിയാക്കി വയ്ക്കുന്ന നമുക്കിപ്പോൾ ഉള്ളിൽ പോയി വൃത്തിയാക്കാം. ചുമരിലൊക്കെ നിറയെ ചളി. ഇവൻ ഈ വീട് വൃത്തിയാക്കിയിട്ട് 1 വർഷമായിട്ട് തോന്നുന്നു. ഓണർ ഇതിൻ്റെ ചളിയൊക്കെ ഒന്നും തുറക്കില്ല. അപ്പോൾ നമ്മൾ ലെവൽ 3 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവിടെയൊക്കെ ഉണ്ട് തുടയ്ക്കാൻ. ചുമരിലൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഉണ്ട്. അപ്പോൾ കണ്ടില്ല ഗൈസ്. വെളിയിൽ പോവാ. ബാത്റൂമിലൊന്നുമില്ല. ഇതെന്താ സംഭവം? ഇതല്ല കുട്ടിയല്ലേ വേണ്ടി. ഇതെങ്ങനെ ചെയ്യുക?
ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. എന്താ എന്തോ നമുക്കെന്തോ ഒരു ബക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാം ഇതിലല്ല. അപ്പോൾ ഗൈസ് ഇതല്ല, ഇത് പെയിൻറ് ബക്കറ്റ് അല്ലേ, ഇതല്ല. അയ്യോ ഇതല്ല, ഇത് നോക്കി നോക്കട്ടെ ഇവിടെ മുക്കിയിട്ട് കയറിയിട്ട് കത്തി. ഗൈസ് ഇതല്ല, എന്താണ് ഇതല്ല ഗൈസ്. അങ്ങനെയൊന്നും അല്ല ഗൈസ്. ഒന്നും കൂടെ നോക്കാം. ഓ 50 രൂപേൻ്റെ അതാണ് ഗൈസ്. സോറി നമുക്ക് തെറ്റിപ്പോയതാണ് എനിക്ക്. സോറി. വാങ്ങിയിട്ട് ഇപ്പോൾ നമുക്കിത് വെക്കാം. ഓക്കെ മതി. ഇനി നമുക്ക് പുട്ടിയിടാം. മുക്കുക, മുക്കിയിട്ടുണ്ട് തേക്കുക. നമുക്ക് ഇതേമാതിരി എല്ലാവരുടെയും തേക്കാം. ഇവിടെ ഇല്ല, ഇനി ബാത്റൂമിലും ആ റൂമിലും മാത്രമേ ഉള്ളൂ പൊട്ടിക്കാൻ. നമുക്ക് മുക്കിയിട്ടുള്ള ഗൈസ് ഒന്ന് മുക്കിയിട്ട് വരാം. ഓക്കെ നമ്മൾ മുക്കിയിട്ടുണ്ട്. അവിടെ പോയി തേക്കുക. ഓക്കെ ഇനി ആ റൂമിൽ ബെഡ്റൂമിലും കൂടെ തേച്ചാൽ പൊട്ടി ഇടുന്ന പണി കഴിഞ്ഞു. നമ്മളെ ബെഡ്റൂമിൽ കൊണ്ടുപോയി തേക്കുക. ബെഡ്റൂമിലും പോയി തേക്കുക. ഓക്കെ എവിടെയെങ്കിലും ഇവിടെ തുടയ്ക്കാം. നമുക്ക് പെയിൻ്റ് അടിക്കാം. ബ്രഷ് എടുത്ത് പെയിൻ്റ് അടിക്കാം. അല്ല പെയിൻറ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പുട്ടീൻ്റെ പകരം ഫസ്റ്റ് പെയിൻ്റാണ് വാങ്ങി. നമുക്കത് അടിക്കാം. നമുക്ക് ഫസ്റ്റ് ഇതടിക്കാം. ഫുള്ളാക്കിയിട്ട് എവിടെയൊക്കെ നിറച്ചു വിടാം. നമ്മൾ ഒരു സ്ഥലം അടിച്ചിട്ടുണ്ട്. മേലെ അടിച്ചു അത് തന്നെ ഇവിടെ അടിക്കുക മുക്കിയിട്ട്. ഓക്കെ ഞങ്ങൾ പുട്ടിയിട്ടതെന്ന് പറയുന്നില്ല, മുക്കി അടിച്ചപ്പോൾ. ഇനി നമുക്ക് ഇവിടെ അടിക്കുക. ബാത്റൂമിൽ വെള്ള പച്ചത്തിൽ അടിക്കുക. താഴെ ടൈൽസ് അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ ഇപ്പോൾ ബാത്റൂമിൽ അടിച്ചു കഴിഞ്ഞു. ഇതും കൂടെ അടിച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ഒന്നും കൂടെ അടിക്കണം. ബാത്റൂമിൽ തീർന്നെങ്കിൽ ഇപ്പം കൂടെ അടിച്ചിട്ട് ഒന്നുകൂടെ മുക്കിയിട്ട് വന്നിട്ട് അടിച്ചിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയില്ല ബാത്റൂമിൽ ഇവിടെയില്ല ബാത്റൂം നമുക്ക് ബാത്റൂം അടിക്കുക. ഓക്കെ നമ്മൾ ബാത്റൂം കഴിഞ്ഞിരിക്കുന്നു. ഇനി ബെഡ്റൂമിൽ നമുക്ക് പച്ച പിടിക്കും. പച്ച കളർ എടുക്കുന്നതാണ് നല്ലത് തോന്നുന്നു.
ഓക്കെ പച്ച എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ്.